വെൽക്കം ടു ഈസി മാത്സ്. അപ്പൊ നമുക്ക് ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പി എസ് സിയിൽ ഡിസ്കസ് ചെയ്ത് പോകാൻ ഓർത്തിട്ടാണ്. അപ്പൊ നമ്മളുടെ പി എസ് സി പ്രീവിയസ്ലി ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ. അപ്പൊ അത് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നമുക്ക് 6 എന്ന് പറഞ്ഞൊരു നമ്പർ തന്നിട്ട് ചോദിക്കുവാണ് ഘടകങ്ങളുടെ എണ്ണം എത്ര. ഘടകങ്ങളുടെ എണ്ണം എത്ര? 6ന്റെ കേട്ടോ, 6ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എഴുതി കണ്ടുപിടിച്ച് നോക്കാം. 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് 6ന്റെ ഘടകങ്ങൾ. 6നെ പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് 6ന്റെ ഘടകങ്ങൾ. അപ്പൊ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ടും ചെയ്യാം, 4 കൊണ്ട് പറ്റത്തില്ല, 5 കൊണ്ട് പറ്റത്തില്ല, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ചെയ്യാം, 3 കൊണ്ട് ചെയ്യാം, 6 കൊണ്ട് ചെയ്യാം. അപ്പൊ 6ന് എത്ര ഘടകങ്ങളുണ്ട്? 4 ഘടകങ്ങളുണ്ട്. അപ്പൊ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സംഖ്യേനെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ, ഹരിക്കുമ്പോൾ ശിഷ്ടം കിട്ടുന്ന സംഖ്യകളെയാണ് ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ 6ന് 4 ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇതിന് തൊട്ട് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഘടകങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നതെന്നുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ ഈ 6നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ 6നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ 6നെ പ്രൈം നമ്പർ ആയിട്ടുള്ള 2 കൊണ്ട് ആദ്യം ഹരിക്കുന്നു. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടി. അപ്പൊ പ്രൈം നമ്പർ കിട്ടുമ്പോൾ നിർത്താം. 6നെ 2 കൊണ്ട് ഹരിച്ചു, 2 കൊണ്ട് ഹരിച്ചപ്പോൾ 3 കിട്ടി. 6നെ 2 കൊണ്ട് ഹരിച്ചാൽ 3 കിട്ടും. ആ 3നെ ഇവിടെ എഴുതുക കേട്ടോ. അപ്പൊ 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. 2 × 3. അപ്പൊ ഈ 2ന്റെ പവർ 1, 3ന്റെയും പവർ 1. ഓക്കെ, വെറുതെ നമ്പർ കിടന്ന അതിന്റെ പവർ 1 ആണ് കേട്ടോ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പവറിന്റെ കൂടെ 1 കൂട്ടുക, ഈ 1ന്റെ കൂടെ 1 കൂട്ടുക. ഓക്കെ, എന്നിട്ട് ഈ 1ന്റെ കൂടെ 1 കൂട്ടുക. അതായത് ഈ 1ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2, ഈ 1ന്റെ കൂടെ 1 കൂട്ടുമ്പോൾ 2, എന്നിട്ട് ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ ഉത്തരം കിട്ടും 4. അപ്പൊ 4 ഘടകങ്ങളാണ് 6നുള്ളതെന്ന് കിട്ടും. അപ്പൊ എന്നാ ചെയ്യേണ്ടത്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എങ്ങനെയാ പവർ എടുക്കേണ്ടത് വേറെ ക്വസ്റ്റ്യൻസിലൂടെ കാണിച്ചു തരാം കേട്ടോ. പവറുകൾ എടുത്ത് നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്ത് 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഘടകങ്ങളുടെ എണ്ണം കിട്ടും. നമുക്ക് വേറൊരു നമ്പർ നോക്കാം. സപ്പോസ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് 25ന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്നായിരുന്നെന്ന് കരുതുക. അപ്പൊ 25നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. ആദ്യം പ്രൈം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 3 കൊണ്ടും പറ്റത്തില്ല. അടുത്ത പ്രൈം ആയിട്ടുള്ള 5 കൊണ്ട് നോക്കി. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 വരും. അപ്പൊ 25നെ നമുക്ക് 5 × 5 എന്ന് എഴുതാം. 5 × 5. അപ്പൊ ഇതുകൊണ്ട് കഴിഞ്ഞില്ല. ഇനി 5 × 5, 5 × 5നെയാണ് നമ്മൾ 5ന്റെ സ്ക്വയർ എന്ന് എഴുതുന്നത്. 6 × 6 × 6 ആണെങ്കിൽ എങ്ങനെ എഴുതാം? 6⁻3 എന്ന് എഴുതാം. 1, 2, 3. അങ്ങനെ 5 × 5ന് 5⁻2 എന്ന് എഴുതാം കേട്ടോ. പവർ കൊടുത്ത് എഴുതാം. എന്നിട്ട് ഈ 5ന്റെ പവർ 2 അല്ലേ? 2. 2ന്റെ കൂടെ 1 കൂട്ടിയാൽ ഉത്തരം എത്ര കിട്ടി? 3. മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് 25ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്രയായിരിക്കും? 3 ആയിരിക്കും. വേറെ ചോദ്യം കാണിച്ചു തരാം കേട്ടോ. വേറെ ചോദ്യം നമുക്ക് നോക്കാം. നമ്മളോടിപ്പോൾ ചോദിക്കാൻ പോകുന്നത് 16ന്റെ ഘടകങ്ങളുടെ എണ്ണമായിരുന്നു കരുതുക. 16നെ പ്രൈം കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു 2. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ഡിവൈഡ് ചെയ്ത് നോക്കാം. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 8 കിട്ടുന്നു. 8. ആ 8നെ ഇവിടെ എഴുതി. പിന്നെ 2 കൊണ്ട് ചെയ്യാം, അപ്പൊ 4 വരും. പിന്നെ 2 കൊണ്ട് ചെയ്യാം, അപ്പൊ 2 വരും. അപ്പൊ 16നെ എങ്ങനെ എഴുതാം? 2 × 2 × 2 × 2. അപ്പം 2⁻1, 2, 3, 4. എന്നിട്ട് ഈ 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5 ആയിരിക്കും ഘടകങ്ങളുടെ എണ്ണം. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 12ന്റെ ഘടകങ്ങളുടെ എണ്ണമായിരുന്നെങ്കിൽ 12നെ ഫാക്ടറൈസ് ചെയ്യുന്നു. 2, 6, 2, 3. അപ്പം 2 × 2 × 3, 2⁻2, 1, 2 × 3 കണ്ടോ? അടുത്ത നമ്പറിനെ മാറ്റി എഴുതുക. ഓക്കെ, എന്നിട്ട് ഈ പവർ ആയിട്ടുള്ള ഇവിടെ 2 പവർ, ഇവിടെ 1 പവർ. അപ്പൊ 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3 × 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2. അങ്ങനെ പവറുകളുടെ കൂടെ 1 കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ 12ന്റെ ഘടകങ്ങളുടെ എണ്ണം 6 ആണ്. 6. ഇനി ഞാൻ വേറൊരു രീതി കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുവാണ് 2⁻3 × 3⁻4 × 5⁻1 ഇതിന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ ആദ്യം നോക്കേണ്ടത് നമ്മുടെ പ്രൈം നമ്പേഴ്സ് ആണോ ഇവിടെ കിടക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ പവറുകളുടെ കൂടെ 1 കൂട്ടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെയാണ് പി എസ് സി പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് 3ന്റെ കൂടെ 1 കൂട്ടിയാൽ 4 × 4ന്റെ കൂടെ 1 കൂട്ടിയാൽ 5 × 2ന്റെ കൂടെ 1ന്റെ കൂടെ കേട്ടോ, 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2. അപ്പം 20 × 2 40 എന്ന് കിട്ടും. 4 × 5 20, 20 × 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 40 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്. വേറെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. 7⁻2 × 11⁻3 ഇതിന്റെ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2ന്റെ കൂടെ 1 കൂട്ടി 3, 3ന്റെ കൂടെ 1 കൂട്ടി 4. എത്രണ്ണമായിരിക്കും? 12 ഘടകങ്ങളായിരിക്കും ആ സംഖ്യയ്ക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഘടകങ്ങൾ കണ്ടുപിടിക്കുന്നത്.